ഹലോ നമസ്കാരം. സിൻസിയർ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഹാപ്പിലേക്ക് സ്വാഗതം. ഞാൻ പ്രീത ധനപാൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കടബാധ്യത കിട്ടോ, അതേപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഗോൾഡ് ബാങ്കിലിരിക്കുകയാണോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണണേ. അതായത് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ വെച്ചും അതേപോലെ തന്നെ നമ്മുടെ പ്രപഞ്ച ശക്തിയിൽ നിന്നുള്ള ഊർജത്തെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളുടെ വീട്ടിൽ വീട്ടിൽ തന്നെ കുറച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവർക്കും ഒരു പേഴ്സ് കാണുമല്ലോ. ആ പേഴ്സ് ഒന്ന് തുറന്നു നോക്കിക്കേ. ആ പേഴ്സിനകത്ത് എന്തെല്ലാം സാധനങ്ങളായിരിക്കുന്നത്? മണി മാത്രമാണോ, പൈസ മാത്രമാണോ നിങ്ങളുടെയൊക്കെ പേഴ്സിലിരിക്കുന്നത്? അല്ല, കുറേ ബില്ലുകളുണ്ടാകും, കുറേ എന്താ പറയുക, ഒരു മരുന്നിൻ്റെ ചീട്ടുകളുണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എപ്പോഴെങ്കിലും യാത്ര ചെയ്ത ടിക്കറ്റുകൾ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ഇതിലുണ്ടാവും അല്ലേ, നിങ്ങളുടെ പേഴ്സിനകത്ത്. നിങ്ങൾ ഇന്ന് തന്നെ ആ പേഴ്സ് ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതിനകത്ത് പൈസ മാത്രം വെക്കാനുള്ളതാണ്. നമ്മൾ മരുന്നിൻ്റെയൊക്കെ ബില്ല് അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ കയ്യിൽ വരുന്ന പണം മരുന്നിനായിട്ട് നമ്മൾ ചിലവാക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബില്ലടച്ചതും അതുപോലുള്ള കാര്യങ്ങളൊക്കെയുള്ള നമ്മളിപ്പോൾ ഫോൺ ബില്ലോ അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ലോ ഗ്യാസിൻ്റെ ബില്ലോ ഒക്കെ അടച്ചതിൻ്റെ ആ ബില്ലുകൾ നിങ്ങളിങ്ങനെ ആ പേഴ്സിനകത്ത് സൂക്ഷിച്ച് വെക്കരുത്. നിങ്ങൾ സൂക്ഷിച്ച് വെച്ചോളൂ, അത് വീട്ടിൽ വേറെ എവിടെയെങ്കിലും വെക്കാം. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സിനകത്ത് വെക്കരുത്. പേഴ്സിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൂടുകയേ ചെയ്യുള്ളൂ, കുറയത്തില്ല. അതെന്ന് വെച്ചാൽ പേഴ്സ് എന്ന് പറയുന്നത് സംഭവം നമുക്ക് പൈസ വെക്കാൻ മാത്രമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലും പൈസ ഉണ്ടാവും. ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഇതൊന്നും നേരത്തെ ശ്രദ്ധിക്കത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു തരും, പൈസ എപ്പോഴും നല്ലപോലെ ശ്രദ്ധിച്ച് വെക്കണം, എല്ലാം ഒരേപോലെ വെക്കണം, നേരെ വെക്കണം എന്നൊക്കെ പറഞ്ഞു തരാറുണ്ടായിരുന്നു. എങ്കിലും ഞാൻ വെക്കുമ്പോൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തലത്തിരിഞ്ഞൊക്കെ വെച്ചോ, ഞാൻ പെട്ടെന്നങ്ങ് എടുത്ത് വെക്കും, അത് ശ്രദ്ധിക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ പിന്നെ അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ കയ്യിൽ നിന്നും പണം ഒഴിയാതെ തന്നെ എൻ്റെ പേഴ്സിനകത്ത് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാണ്, നമ്മൾ മുതിർന്നവർ പറയണത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും, പക്ഷെ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ വരുന്ന മഹാലക്ഷ്മിയെ നമ്മൾ തൂത്തെറിയരുത്. അത് മഹാലക്ഷ്മിയെ നമ്മുടെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ നമ്മൾ എത്രത്തോളം സ്നേഹിച്ചാണോ അവരെ നമ്മൾ വീടിനകത്തേക്ക് ആനയിച്ച് അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് അതേപോലെ നമ്മൾ സ്വീകരിക്കുന്നതോ അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ മണിയും. മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും തൂത്തെറിയാനൊരു അവസ്ഥ ഉണ്ടാവരുത്. അതായത് സന്ധ്യയ്ക്ക് വിളക്ക് വയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ വീട്ടിലെ കുട്ടികളെ വഴക്ക് പറയുമോ, അല്ല വീട്ടിലുള്ളവരെ ദേഷ്യപ്പെട്ട് ഇതുവരെ വിളക്ക് വെച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ തന്നെ വേണം വിളക്ക് വയ്ക്കാൻ, അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ടുണ്ടെന്നും വന്ന് വിളക്ക് വയ്ക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മളെപ്പോഴും വിളക്ക് വെക്കണ സമയത്ത് നമ്മുടെ പുറകുവശത്തുള്ള വാതിൽ അടച്ചിടാനും ശ്രമിക്കുക. അത് മുതിർന്നവർ പറഞ്ഞു തന്നിരിക്കുന്നത്, അതായത് മുമ്പിലൂടെ വരണ മഹാലക്ഷ്മി പുറകിലൂടെ ഇറങ്ങി പോകാതിരിക്കാനാ എന്നാണ് ഒരു വിശ്വാസം. ഞാനത് വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. അപ്പം അതും നിങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വിളക്ക് വയ്ക്കുന്ന സമയത്ത് പുറകു വാതിൽ അടച്ചിടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, വീടിനകത്ത് വിളക്ക് വയ്ക്കുന്ന സമയങ്ങളിൽ മറ്റ് സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മൾ വിളക്ക് വയ്ക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്ക് വയ്ക്കുക. അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ വിളക്ക് വയ്ക്കണം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചതിന് ശേഷം ആർക്കും പൈസ നമ്മൾ കടം കൊടുക്കരുത്. അങ്ങനെ നമ്മൾ കടം കൊടുത്താലും നമ്മുടെ സന്ധ്യയ്ക്ക് വരുന്ന മഹാലക്ഷ്മി ഇറങ്ങി പോകുമെന്നാണ് വിശ്വാസം. അപ്പോൾ അത്യാവശ്യത്തിന് ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിക്കാം. അത്യാവശ്യത്തിനൊക്കെ നിങ്ങൾ വല്ലപ്പോഴൊക്കെ ചെയ്തോ, പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. ഒന്നല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞ് കുറച്ച് സമയം വിളക്കൊക്കെ അണച്ചതിന് ശേഷം നമുക്ക് ചെയ്യാം. പക്ഷെ അത് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്നതിന് മുമ്പ് നമുക്കത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ വീടിനകം എപ്പോഴും വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. വീടിനകത്ത് വൃത്തിയില്ലാണ്ടിരുന്നാലും മഹാലക്ഷ്മി ഇറങ്ങിപ്പോകും എന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് നമ്മളുടെ വടക്ക് കിഴക്കേ മൂല, അതായത് ഈശാനകോണ്, ആ മൂലയിൽ നമ്മൾ വൃത്തിയില്ലാത്ത സാധനങ്ങളൊന്നും കൂട്ടിയിടുകയോ അല്ലെങ്കിൽ പഴകിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. അവിടെ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. നല്ല വൃത്തി, നല്ല നീറ്റായിട്ട് തന്നെ അവിടെ ഇരിക്കണം. അവിടെ എപ്പോഴും ഭാരം ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഭാരപ്പെട്ടതൊന്നും, നിങ്ങളുടെ ചിലപ്പോൾ ഒരു ക്ലോക്ക് ആയിരിക്കും, അത് പ്രവർത്തിക്കുന്നില്ല, അതെടുത്ത് നമ്മൾ ചിലപ്പോൾ അവിടെ മാറ്റി വയ്ക്കും. നമ്മൾ വിചാരിക്കും ഇവിടെ വെക്കാൻ പറ്റുന്നൊരു സ്ഥലമാണല്ലോ, അവിടെ ഇരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വല്ല പേപ്പർ കെട്ടുകളോ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് എപ്പോഴും നമ്മൾ വെക്കും, അതെടുത്ത് ആ ഒരു സ്ഥലത്ത് നമ്മൾ വെക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് വരണ അതിഥിയെ സ്നേഹിക്കും പോലെ തന്നെ നമ്മൾ
ചിന്തിക്കണം. നമ്മുടെ വീട്ടിൽ വരണ അതിഥിയോട് മാന്യമായിട്ട് പെരുമാറിയില്ല, നമ്മൾക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കൊടുക്കാതെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് പ്രതീക്ഷിച്ചായിരിക്കും വരണത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് പ്രതീക്ഷിക്കാതെ വരുന്നവരും ആയിരിക്കാം. കാരണം പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാമല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ ഇന്ന് ആർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എങ്കിൽ പോലും ഞാൻ പറയുന്നത്, നമ്മളുടെ വീട്ടിൽ വരുന്നവർക്ക് നമ്മൾ മനസ്സ് നിറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അവരോട് സന്തോഷകരമായിട്ട് വർത്തമാനം പറഞ്ഞ് അതേപോലെയൊക്കെ പോകുമ്പോഴത്തേ അവർക്ക് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വരാൻ തോന്നും, അല്ലേ? ഇനി ഒരു ദിവസം കൂടി അവിടെ പോകണം എന്ന് തോന്നും. നമ്മുടെ പെരുമാറ്റത്തിൻ്റെ അത്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന മണി അങ്ങനെ തന്നെ, മഹാലക്ഷ്മി അങ്ങനെ തന്നെ. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിന് മാന്യമായ പരിവേഷം കൊടുത്തില്ല എങ്കിൽ അത് ഇറങ്ങിപ്പോകും, സ്പീഡിൽ തന്നെ പോകും. അതാണ് നമുക്ക് ഈ സാമ്പത്തിക ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം പൈസയെ നമ്മൾ അതേപോലെ തന്നെ ബഹുമാനിക്കണം. നിങ്ങൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ബില്ല് വന്നു കഴിയുമ്പോൾ ബില്ല് വന്ന് ദുരിതം, ഇത് അടച്ചടച്ച് മനുഷ്യൻ്റെ പാട് വന്ന് എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ? പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് എങ്ങനെയായാലും ആ ബില്ലടക്കാനുള്ള പണം നിങ്ങൾ കണ്ടെത്തും, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ ഫൈൻ വരും, അതുപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അതിനുള്ള പണം എങ്ങനെയായാലും കണ്ടെത്തും. നിങ്ങൾ ആ കണ്ടെത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ദൈവമേ, നമുക്ക് ഈ ബില്ലടക്കാനുള്ള തുക തന്നതിന് ദൈവത്തിന് നന്ദി എന്ന് നമ്മൾ പറയുക. അല്ലെങ്കിൽ അതിന് സാധിച്ചല്ലോ, ദൈവമേ എനിക്ക് ഈ ബില്ലടക്കാൻ പറ്റിയല്ലോ. നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ബില്ലടച്ചേ പറ്റൂ, നമുക്ക് അടക്കാതിരിക്കാൻ പറ്റില്ല. വരുന്ന മാസവും വരും ഈ ബില്ല്. അപ്പോൾ നമ്മൾ ഈ ആദ്യം വന്ന ബില്ല് എടുത്ത് കൂട്ടി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിൻ്റെ ഡബിൾ ആകത്തില്ലേ? അതേസമയത്ത് അതാത് മാസങ്ങളിൽ തന്നെ നമ്മളതങ്ങ് അടച്ചു പോവുകയാണെങ്കിൽ എന്താ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതൊരു ഭാരം വരില്ല. എല്ലാ മാസവും കൃത്യമായിട്ട് അങ്ങ് അടച്ചു പോകാൻ പറ്റും, അല്ലേ? പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പൈസ കൊടുത്ത് എന്തൊരു സാധനം വാങ്ങിച്ചാലും, ഏത് സാധനമാണോ നമ്മൾ വാങ്ങുന്നത്, സന്തോഷത്തോടുകൂടി വാങ്ങുക. ഇതങ്ങനെ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്കും അയ്യോ ഇതിന് ഇത്രയും പൈസ പോയി, ഇല്ല ഇത് ആവശ്യമില്ലായിരുന്നു, ഇത് വാങ്ങണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് വാങ്ങരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. നമ്മളുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ചിലവാക്കാൻ പഠിക്കുക. അതല്ലാതെ വരുമാനം ഇല്ലാതെ, അല്ലെങ്കിൽ ചെറിയൊരു വരുമാനം വന്നിട്ട് കുറച്ച് കടവും കൂടി മേടിച്ച് അതും ഇതും മേടിച്ച് നമ്മുടെ പെരക്കകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവുമോ? സമാധാനം ഉണ്ടാവുമോ? ആ സാധനം എടുത്ത് പെരുമാറാൻ പറ്റുമോ? അപ്പം അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് കടം വാങ്ങാതെ നിങ്ങളൊരു സാധനം മേടിക്കാൻ ശ്രമിക്കുക. അപ്പം ചോദിക്കാം, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടൊക്കെ വാങ്ങിച്ചാലേ ഞങ്ങൾക്ക് ഒരു സാധനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാകില്ല, ഒന്നിച്ച് പൈസ കൊടുക്കാൻ ഞങ്ങളുടെ ഉണ്ടാവാറില്ല. ഓക്കെ, ചെയ്തോളൂ, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും വാങ്ങാം, അതിനൊന്നും എതിരില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കത് ഓരോ ആഴ്ച അവർ വരുമ്പോൾ നമുക്ക് കൊടുക്കാനായിട്ടുള്ള വരുമാനം ഉണ്ടോ എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ കടം എങ്ങനെ പെട്ടെന്ന് വീട്ടാം. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം, ആ പഴമക്കാർ പറയുന്നത് കടം ഒരു കയറാണ് എന്ന് പറയാറുണ്ട്. അത് കയറാണെന്ന് പറഞ്ഞത് നമ്മുടെ കഴുത്തെ കുറുക്കാനുള്ള കയറല്ലത്. കയറാണ്, ശരിയാണ്, കടം ഒരു കയറാണ്. ആ കയറിൽ നിന്ന് നമ്മൾ പിടിച്ചു കയറണം മേലോട്ട്. നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. കടം നമ്മൾ വീട്ടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് വീട്ടാനായിട്ടുള്ള എളുപ്പമാർഗ്ഗങ്ങൾ നമുക്ക് കഴിയാവുന്നത് മാത്രമേ നമ്മൾ കടം കൊള്ളാവുള്ളൂ. പണ്ടുള്ള ആൾക്കാർ പറയും, എന്തോ നെല്ല് കണ്ടിട്ട് അരി കടം വാങ്ങാവുള്ളൂ, അങ്ങനെ എന്തോ ഒന്ന് പറയുന്നത്, അരി കണ്ടിട്ട് നെല്ല് വാങ്ങാവുള്ളൂ, അങ്ങനെ എന്തോ ഒരു ചൊല്ലുണ്ട്. എനിക്കത് വിശദീകരിക്കാൻ ഇപ്പം മറന്നുപോയി. എങ്കിലും അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ എവിടെയെങ്കിലും നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരാളോട് കടം കൊള്ളാവുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങളുടെ പേഴ്സ് കറക്റ്റ് ചെയ്ത് വെക്കുക, അതിനകത്ത് പൈസ മാത്രം വയ്ക്കുക. പറ്റുമെങ്കിൽ ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും ഒരു ഏലക്കയും അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും അതിനകത്ത് നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. ഒരു തുണിക്കകത്ത് പൊതിഞ്ഞ് വെച്ചാലും മതി. അത് വളരെ നല്ലതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ മഹാലക്ഷ്മിയാണ്, പണത്തെ ആകർഷിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പൈസ എടുത്തിട്ട് നമ്മുടെ കയ്യിലേക്ക് ആർക്ക് നമ്മൾ പൈസ കൊടുക്കുന്നു അത് സന്തോഷപൂർവ്വം നമ്മൾ കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? അതല്ലാതെ ഇത് കൊടുത്തല്ലോ, ഇത്രയും വാങ്ങിച്ചു അവർ, അങ്ങനെ നമ്മൾ ചിന്തിക്കുകയേ ചെയ്യരുത്. നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങനെ, അയ്യോ അവർക്ക് വയറ് നിറയണം, അല്ലെ അവർക്ക് സന്തോഷമാണ്, അവർക്ക് നല്ല ടേസ്റ്റ് കിട്ടണം എന്നല്ലേ നമ്മൾ ചിന്തിക്കാറുള്ളത്. നമ്മൾ ഒരാൾ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരമാണോ നമ്മൾ ഉണ്ടാക്കുന്നത്? അല്ല, അവർക്ക് കുറച്ചുകൂടി ടേസ്റ്റിൽ കുറച്ചുകൂടി എണ്ണയൊക്കെ ചേർത്ത് കുറച്ചുകൂടി അതിൽ എന്തൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, നമ്മൾ 1, 2 പ്രാവശ്യം 3 പ്രാവശ്യം രുചിച്ച് നോക്കും, അല്ലേ? ആഹാരത്തിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ, അവർക്ക് ഇഷ്ടപ്പെടുവോ എന്നൊക്കെ നമ്മൾ അതേപോലെ തന്നെയായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ മണി വന്നു കഴിഞ്ഞാലും നിങ്ങൾ മണി ചിലവാക്കുമ്പോഴും അവർക്ക് ഉപകാരം ഉണ്ടാവണേ ഈ പൈസ കൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക.
നമ്മൾ ഒരാളോട് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടല്ലേ നമുക്ക് കടം തരുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമുക്ക് അവരുടെ ഒരു നന്മ ഉള്ളത് കൊണ്ടാണ് നമുക്കത് കടം തരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ നന്മയോട് തന്നെ അത് വീട്ടാൻ ശ്രമിക്കണം, അല്ലേ? ഏത് പൈസ ആദ്യം വന്നാലും നമ്മൾ കടത്തെക്കുറിച്ച് ചിന്തിച്ച് ആ കടം ആദ്യം അതിന് കൊടുത്തിട്ട് ബാക്കി കാര്യം എന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്കിപ്പോൾ കിട്ടുന്ന തുച്ഛമായ വരുമാനമാണെങ്കിലും ഒരു ദിവസം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷപൂർവ്വം അതിനെ സ്വീകരിക്കുക. അതിനുശേഷം നിങ്ങൾ ആ മണി കയ്യിൽ വെച്ചിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം സാധിക്കാനായിട്ട് ഈ പണം കൊണ്ട് എനിക്ക് സാധിച്ചതിന്, എനിക്ക് എല്ലാം നേടാനായിട്ട് ഈ പണത്തിന് ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവനാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ അപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ച് ദൈവമേ ഇത് അയാൾക്ക് ഉപകാരപ്പെടണേ എന്നും പറഞ്ഞു കൊടുക്കുക. അല്ലേ അയാൾ മുടിഞ്ഞു പോണേ എന്നും പറഞ്ഞല്ല നമ്മൾ കൊടുക്കേണ്ടത്. നമ്മളോട് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് ഇതങ്ങ് പോട്ടെ, അങ്ങനെയായിരിക്കില്ല കൊടുക്കേണ്ടത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടത് സന്തോഷകരമായിട്ട് കൊടുക്കുക. പിന്നെ നമ്മളെപ്പോഴും ആ മണിയെ മനസ്സിൽ കരുതുക. നിന്നെയും കാത്ത് ഞാനിവിടെ തന്നെ ഇരിപ്പുണ്ട്, എന്നിലേക്ക് വരണേ ഈ മണി എന്ന് കൂടി നമ്മുടെ മനസ്സിലൊന്ന് പറയുക. ആളിൻ്റെ അടുത്ത് പറയണമെന്നല്ല, നമ്മുടെ മനസ്സിലൊന്ന് പറയുക. മണി സന്തോഷകരമായിട്ട് കൈകാര്യം ചെയ്താൽ, അതും വളരെ വൃത്തിയായിട്ട് ഓരോ ലെവലിൽ നല്ല രീതിയിൽ അടുക്കി നല്ല ഭംഗിയിൽ നമ്മുടെ പേഴ്സ് തുറന്നു നോക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഒരു സന്തോഷം തോന്നണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ പേഴ്സ് കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ ഒരു എളുപ്പവിദ്യ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് ആർക്കെങ്കിലും ഒരു 5000 രൂപ കൊടുക്കാനുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം ആളിനെ ആ 5000 രൂപയിൽ ഒരു 500 രൂപ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആ 5000 രൂപ കൊടുക്കാനുള്ള ആളിന് അല്ലെങ്കിൽ 50,000 രൂപ കൊടുക്കാനുള്ള ഒരാളിന് 500 രൂപ കൊടുത്താൽ എന്താവാനാണ് എന്ന് നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ ഒരിക്കലുമല്ല. അത് ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കടങ്ങളെല്ലാം പെട്ടെന്ന് വീട്ടാനായിട്ടുള്ള ഒരു വഴി പ്രപഞ്ചം നമുക്ക് സാധിച്ചു തരും. കാരണം ചൊവ്വാഴ്ചക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഒരു കാര്യം, ചൊവ്വാഴ്ച കടം വാങ്ങാൻ കൊള്ളില്ല കേട്ടോ. ആരോടും കടം വാങ്ങരുത്. മേടിക്കും തോറും നമ്മൾ മുടിഞ്ഞോണ്ടേയിരിക്കും. അപ്പം ചോദിക്കാം, അത്യാവശ്യം നമ്മളൊരു ഹോസ്പിറ്റൽ കാര്യം വന്നു, അപ്പം നമുക്ക് ചൊവ്വാഴ്ചയാണ് നോക്കിയിരിക്കാൻ പറ്റുമോ, അല്ലെ ബുധനാഴ്ച ആശുപത്രി പോയാൽ മതിയോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ഒരിക്കലും അല്ല. അത്യാവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യരുത് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് നമുക്ക് കുറേ ദിവസങ്ങൾ അല്ലെ അടുത്ത ദിവസം ചെയ്യേണ്ട ഒരു കാര്യം ഇന്ന് ചൊവ്വാഴ്ചയാണ്, അത് ചെയ്യേണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വീടിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ആവശ്യമില്ലാതെ കിടന്നുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കരുത്. കുട്ടികളോട് വഴക്കിടുക, ഭർത്താവിനോട് വഴക്കിടുക, അല്ലെ വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ അമ്മയോട് വഴക്കിടുക, അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യരുത്. ശാന്തമായ സ്വഭാവത്തിലായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. നമ്മളെപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. മാക്സിമം അങ്ങനെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരോട് ഒന്ന് ചിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പറ്റില്ല. ഇപ്പം ചില ആൾക്കാർ എന്നോട് പറയും, എൻ്റെ വീട്ടിൽ ഉള്ള ഒരു അമ്മായിയമ്മയാണ്, എന്നോട് അങ്ങനെ ചിരിച്ച് സംസാരിക്കാറില്ല, ഞാൻ അങ്ങോട്ട് പിന്നെ എങ്ങനെയാണ് ചിരിക്കണേ? നിങ്ങളൊരു 10 പ്രാവശ്യം ഒന്ന് ചിരിച്ച് നോക്ക്. എന്ത് വഴക്കുള്ള ഒരു അമ്മയും ആയിക്കോട്ടെ, അവരെന്തെങ്കിലും വഴക്കിടണമെങ്കിൽ നമ്മുടെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ തെറ്റില്ലേ? അല്ലാതെ നമ്മൾ മൊത്തം ക്ലീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞാൻ അവരോട് ഒരു കാര്യവും ചെയ്യാറില്ല, വെറുതെ എന്നോട് വഴക്കിടാൻ വരുവാണ് എന്ന് നമുക്കങ്ങനെ പറയാം. പക്ഷെ നിങ്ങൾ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. എന്തെങ്കിലും കാര്യം അവരെ ഇറിറ്റേറ്റ് ചെയ്യണം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ദേഷ്യം വരണത്. മാക്സിമം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാതിരിക്കുക, പറയാതിരിക്കുക. പിന്നെ സ്ത്രീകളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കിടന്ന് വെറുതെ ബഹളം വെച്ച് അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലും അറിയിക്കണേലും നല്ലത് നമ്മുടെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോകുന്നതാണ് നമുക്ക് സന്തോഷം. അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളോ അല്ലെ പണത്തിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും അതൊക്കെ നമ്മൾ ഈ സന്തോഷത്തിൽ അങ്ങ് അലിഞ്ഞു പോകും. നമുക്കിപ്പം ഒരു 2-3 കൂട്ടം കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഒരു കൂട്ടം കറി ഉണ്ടാക്കിയാലും മതി. അത് ഒരു കൂട്ടം കൂട്ടി കഴിക്കുമ്പോഴും നമുക്കൊരു സന്തോഷം ഉണ്ടാകും. നേരെ മറിച്ച് നിങ്ങൾ വിഭവസമൃദ്ധമായ സദ്യയെല്ലാം ഒരുക്കി വെച്ചിട്ടും സമാധാനവും സന്തോഷവും വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ എന്ത് കഴിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് സന്തോഷം ഉണ്ടാവുമോ എന്തുണ്ടാക്കിയാലും? അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന ടിപ്സുകളൊക്കെ ഫോളോ ചെയ്യുക. ചൊവ്വാഴ്ച ദിവസം നമ്മൾ കടം കൊടുക്കാനുള്ളവർക്ക് കുറച്ച് പൈസയെങ്കിലും കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സ് നല്ല ഭദ്രമാക്കി വെക്കുക. അതിനകത്തുനിന്ന് തന്നെ പൈസ എടുത്ത്, നമ്മളിപ്പോൾ പേഴ്സിൽ വെക്കാതെ അവിടെ ഇവിടെയൊന്നും പൈസ വെക്കരുത്. നിങ്ങൾ പേഴ്സിൽ തന്നെ, നിങ്ങൾക്ക് പൈസ ഇരിക്കാനൊരു സ്ഥലമാണ് പേഴ്സ്, നിങ്ങളുടെ വരുമാനം ഇരിക്കാനുള്ളൊരു സ്ഥലമാണ് പേഴ്സ്. അത് നിങ്ങൾ കുറച്ച് പോക്കറ്റിലിട്ട് അല്ലെങ്കിൽ കുറച്ച് വേറെ ബാഗിൻ്റെ സൈഡിലിട്ട് അവിടെ ഇട്ട് ഇവിടെ ഇട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ പുറത്ത്. ഞാൻ ചില വീടുകളിൽ കയറി ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ പുറത്ത് പൈസ ഇരിക്കുന്നു. ഇത് ഞാനും മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല, അന്ന് എനിക്ക് അറിവില്ലായിരുന്നു.
സത്യം എനിക്ക് അറിവില്ല. ആ സമയത്ത് പൈസ എവിടെ ഇരുന്നാലും എന്താ, നമ്മുടെ പൈസയില്ലേ, ഈ വീട്ടിൽ വന്ന് ആരെടുത്തോണ്ട് പോകാനാ, നമ്മളിവിടെ 2-3 പേരുണ്ട്, ആരെടുക്കാനാ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ പൈസ അങ്ങനെ നമുക്ക് തോന്നുന്നിടത്ത് വെക്കാനുള്ളതല്ല അത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി, വളരെ മാന്യമായിട്ട്, വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ വീട്ടിൽ വന്നേക്കണ അതിഥിയായിട്ട് ആ പൈസയെ കണ്ടിട്ട് നമ്മുടെ പേഴ്സിൽ കൃത്യമായിട്ട് വയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. അതേപോലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം നമ്മൾ തറയൊക്കെ തുടക്കില്ലേ, ആ തറ തുടക്കുമ്പോഴത്തേക്കും കുറച്ച് കല്ലുപ്പിട്ട വെള്ളം കൊണ്ടൊന്ന് തുടയ്ക്കണം, നല്ലതാണ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം തന്നെ നമ്മൾ നമ്മുടെ ഉമ്മറപ്പടി ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം കൊണ്ട് ആ പടി മാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് തുടച്ച്, നമ്മൾ തൂത്ത് തളിച്ചതിന് ശേഷം ആ പടി മാത്രം ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് നല്ലതാണ്. മഹാലക്ഷ്മിയെ ആനയിക്കുക എന്നാണ് പറയുന്നത്. മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് വരും. അതിന് വന്നു കയറുന്ന മഹാലക്ഷ്മി പുറം വാതിലൂടെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറകുവശത്തെ വാതിൽ അടച്ചിടണം വിളക്ക് വയ്ക്കുന്ന സമയത്തെന്ന് പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ മണിയെ സംരക്ഷിക്കാനുള്ള, മണി എങ്ങനെ പരിപാലിക്കണമെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അതൊക്കെ ഞാൻ ഓരോരോ വീഡിയോയിൽ ഞാനിടാം. ഇപ്പം എല്ലാം കൂടി പറഞ്ഞു വന്നാൽ ഒരുപാടായി പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം നിർത്തുന്നു. നിങ്ങൾ ഞാനിട്ട ഈ പോസ്റ്റ്, ഞാനിട്ട ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ ചുരുങ്ങിയ കാലയളവേ ആയിട്ടുള്ളൂ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്ക് ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നും അതിന് അഭിപ്രായം പറഞ്ഞപ്പോഴും എനിക്ക് വാട്സപ്പിലും അതേപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം അറിയിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളോട് എല്ലാവരോടും ഞാൻ നന്ദിയുള്ളവളാണ്. ഞാൻ എപ്പോഴും ഞാനത് ചിന്തിക്കാറുണ്ട്. ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ 1 മാസത്തോളമല്ലേ ആയുള്ളൂ. പക്ഷേ എനിക്ക് ഒത്തിരി ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അവർ അതിനനുസരിച്ച് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കത് മനസ്സിലായി. കുറച്ച് പേരൊക്കെ എന്നോട് വാട്സപ്പിൽ എന്നെ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ പഠന സമയം, പരീക്ഷാ സമയമൊക്കെ ആണല്ലോ. അത് കാരണം ഒരുപാട് വീട്ടമ്മമാരെ എന്നെ വാട്സപ്പിലൊക്കെ ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് കുട്ടികളുടെ പഠന കാര്യങ്ങളും അതേപോലെ ഓരോരോ വീട്ടിലുള്ള ഓരോ പ്രശ്നങ്ങളും നമ്മുടെ മണി ബ്ലോക്കുകളും അതൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ യഥാവിധി ഞാൻ എന്നെക്കൊണ്ട് ആവുന്ന വിധം ഞാൻ അവർക്കൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതുപോലെയൊക്കെ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എന്നോട് പേഴ്സണലായിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ ഇതിനകത്ത് വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്തു പോയാൽ നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും സമ്പത്തും വരും എന്നെനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്കും അതെല്ലാം കിട്ടുമെന്ന് ഞാൻ ബ്ലെസ് ചെയ്യുന്നു. എനിക്ക് ഇപ്പം പറയാനുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നിങ്ങളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്, എന്ത് വിഷമം ഉണ്ടെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകാൻ ശ്രമിക്കുക. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, എക്സർസൈസ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ മൈൻഡ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൈൻഡ് ക്ലെൻസ് ചെയ്യണമെന്നും. മൈൻഡ് ക്ലെൻസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ അഫർമേഷൻ 11 ദിവസം വെച്ച് നിങ്ങൾ ഓരോ അഫർമേഷൻ വെക്കുക. ആ അഫർമേഷൻ 11 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നടന്നോളൂ. അടുത്ത അഫർമേഷന് വേണ്ടി നിങ്ങൾ തയ്യാറാകുക. ഒരു അഫർമേഷൻ വെച്ചു എന്ന് വിചാരിച്ച് അടുത്ത അഫർമേഷൻ നിങ്ങൾ 11 ദിവസം കഴിയുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഇപ്പോൾ ഒരു കല്യാണം നടക്കാത്ത കാര്യമാണ്, അതിനാണ് വെച്ചിരിക്കണമെങ്കിൽ കല്യാണത്തിന് നിങ്ങൾക്ക് എങ്ങനെയുള്ള ചെറുക്കനാണ് വേണ്ടത്, ഏത് ഭാഗത്തേക്കാണ് വേണ്ടത്, അങ്ങനെയൊക്കെ ഒരു അഫർമേഷൻ വെക്കാം. ഏത് ജോലിയുള്ള ആളെ വേണം എന്നൊക്കെയുള്ള കാര്യമൊക്കെ അഫർമേഷൻ വെക്കാം. അതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഓരോരോ അഫർമേഷൻ വെക്കാം കേട്ടോ. വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും മനസ്സിനെ ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അഫർമേഷൻ എഴുതാനിരിക്കുക. പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് നല്ലതായിട്ട് സ്റ്റഡി ആയിട്ടിരിക്കുക, നല്ല നിവർന്നിരിക്കുക. അതിനുശേഷം നിങ്ങൾ ശ്വാസം നന്നായിട്ട് വലിച്ച് എടുത്തിട്ട് അതേപോലെ തന്നെ വളരെ സ്ലോവിലി നമ്മുടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. അതിങ്ങനെ 2-3 പ്രാവശ്യം വിടുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഒന്ന് ഒരു പോസിറ്റീവിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾ അഫർമേഷൻസ് ഒക്കെ വയ്ക്കാൻ നോക്കുക. എല്ലാം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകും. എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. മെസ്സേജ് ചെയ്യുകയോ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജായിട്ട് ഇടുകയോ ചെയ്യുക. നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം സീക്രട്ടായിരിക്കും. ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല, ഞാൻ മാത്രമേ അറിയുള്ളൂ. നിങ്ങൾ അതോർത്തും പേടിക്കേണ്ട. ഏത് വിഷയവും എന്നെ അറിയിക്കാം. ഓക്കെ, ബൈ.